ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ വയൽവാണിഭം ചന്ത കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. കയറുമ്പം തന്നെ അതേണ്ട ഈ ഒരു കടയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് പഴയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് പുതിയ ഇതുപോലത്തുള്ള പാത്രങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ആയുധങ്ങളുടെ ഒരു കട കാണാം. ഇവിടെ തന്നെ നമുക്ക് അപ്പച്ചട്ടിയും തവയും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനത്തെ ഒരു കടയാണിത്. ഉണ്ണിയപ്പക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാർഷിക വിഭവങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കടയായിരുന്നു അത്. അവിടെ നമ്മൾ ബാക്കി കടകളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിലയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ചട്ടികളുള്ള ഒരു ഷോപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് കാണുന്നത്. നമ്മളൊരു സൺഡേ ആണ് പോയത്, പക്ഷേ വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ നോക്കിയെടുക്കാൻ ഭയങ്കര സൗകര്യമായിരുന്നു. അതിനകത്തേക്ക് പോകും തോറും നമുക്ക് ഒരുപാട് കടകൾ കാണാൻ പറ്റുമേ. കമ്മലുകളുടെയും മാലകളുടെയും അതുപോലെ തന്നെ മസാലക്കൂട്ടുകളുടെയും ഒക്കെ കടകളാണ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തൈകൾ തെങ്ങിൻ്റെയും മാവിൻ്റെയും ഒക്കെ തൈകളുണ്ടായിരുന്നു അവിടെ. ഇവിടെ കിവി ഫ്രൂട്ടിൻ്റെ ഒരു തൈക്ക് 900 രൂപയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ നേഴ്സറി ചോദിക്കുമ്പോൾ അത് എത്രയാവുമെന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ വിലകൾ ഇതൊക്കെയാണ്. ഒരുവിധം വിലകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട്. കമ്പിളി നാരകത്തിന് 350 രൂപയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം ഒരുവിധമുള്ള എല്ലാ ചെടികളുടെയും തൈകൾ ഇവിടെ ഉണ്ടായിരുന്നേ. അത് വിവിധ ഇനത്തിൽപ്പെട്ട ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസിൻ്റെയൊക്കെ സീഡ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ശരിക്കും അത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ 10 രൂപയ്ക്ക് നമുക്ക് കുഞ്ഞൊരു പാക്കറ്റിൽ കിട്ടുന്ന അതിനൊക്കെ ഇവിടെ പക്ഷേ 20 രൂപ വെച്ചിട്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ആപ്പിളിൻ്റെ തൈ ഉണ്ടായിരുന്നത്, അതിന് 500 രൂപയായിരുന്നു. ഈ മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഇവിടെയാണ് കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഇതിൽ ചെറിയ പ്രായത്തിലേക്ക് അയക്കുന്ന പ്ലാവാണിത്. അപ്പം ഇതിൻ്റെ ഒരുപാട് തൈകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പക്ഷേ ഈ പ്ലാവ് വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് അത് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പൂക്കൾ തെറ്റിയുടെയൊക്കെ പല വെറൈറ്റി തെറ്റികൾ, ചെറിയ തെറ്റികളും അങ്ങനത്തെയൊക്കെ തെറ്റിയുടെ ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. വലിയ വിലയൊന്നുമില്ല. 150 രൂപയൊക്കെയായിരുന്നു കുഞ്ഞ് തെറ്റിയൊക്കെ അവിടുത്തെ വില. 100 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തെറ്റികളുടെ വിലകൾ. അങ്ങനെ കുറച്ചും കൂടെ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പം ഇവിടെ മാംഗോസ്റ്റീൻ, കിവി അങ്ങനത്തെ നമുക്കിപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകൾ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. കിളിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും ഇവിടെ അത്യാവശ്യം എല്ലാവരും അതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. ജമന്തി ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു വളർച്ച. അതിന് 100 രൂപയാണ് തന്നിരിക്കുന്നത്. അതൊക്കെ തന്നെ നെല്ലി പലതരത്തിലുള്ള ചെറിയ നെല്ലിക്ക, വലിയ നെല്ലിക്കയുടെയൊക്കെ ചെറിയ പ്രായത്തിലേക്ക് അയക്കുന്ന അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മാവാണെങ്കിൽ തായ്ലൻഡ് മാവാണിത്. ഇതിനാണെങ്കിൽ 350 രൂപയുടെ ഉണ്ടായിരുന്നു, 500 രൂപയുടെ ഉണ്ടായിരുന്നു. പല റേറ്റിലുള്ളത് അവിടെ ഉണ്ടായിരുന്നേ. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ. അത് 150 രൂപയുടെ ഉണ്ട്, 350 രൂപയുടെയും. അത് ഓരോ അളവുകളിൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് എമൗണ്ടിൽ. ഇതിന് അവക്കാഡോന് 350 രൂപയായിരുന്നു അവിടെ കേട്ടോ. അവക്കാഡോ ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരുപാട് എണ്ണമൊന്നും അവിടെ ഇല്ലായിരുന്നു. നമുക്ക് വളരെ കുറച്ച് ഐറ്റംസേ അതിൻ്റെ ഇരിപ്പുള്ളായിരുന്നു. പിന്നെ ഇവിടെ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന മാവുണ്ടായിരുന്നു. അത് വലിയ വലിപ്പം വെക്കാത്തത്. അവിടെ നിൽക്കുന്നതിനകത്ത് തന്നെ കുറേ മാങ്ങകളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മുടെ കുരുമുളകിൻ്റെ തൈകളുണ്ടായിരുന്നു, ഓർക്കിഡിൻ്റെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള ഓർക്കിഡിൻ്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പക്ഷേ ഓർക്കിഡൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അവിടെ. 350 രൂപയായിരുന്നു ഓർക്കിഡിൻ്റെ വില. പിന്നെ ഈ പേരയ്ക്ക ഇത് ഇത്രയും ഉള്ളപ്പോൾ തന്നെ കായ്ക്കുന്നതാണെന്നാണ് പറയുന്നത്. നമുക്ക് തോന്നും ചിലപ്പോൾ ഇനി ഇവർ ഒട്ടിച്ച് വെച്ചേക്കുമെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. അവരതിലൊന്നും നമുക്ക് തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഫുള്ള് റോസകളാണ്. പല വെറൈറ്റി ഉള്ള റോസകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾക്ക് കണ്ട് പരിചയമുള്ളത് തന്നെ ഇതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ ഇതാണോ ഇതിൻ്റെ പേര് എന്ന് നമ്മൾ ആലോചിച്ച് പോകുന്ന തരത്തിലുള്ള ചെടികളായിരുന്നു ഇവിടെ കൂടുതലും. നമുക്ക് കണ്ട് നല്ല പരിചയമുള്ള ചെടികളായിരുന്നു ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. അതിനുമൊക്കെ 100 രൂപ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ മോഡൽ ചെടികൾക്കൊക്കെ. പിന്നീട് ഇങ്ങോട്ടത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു പൂക്കളുടെ കുറേ ചെടിയുടെ ഒരു സെക്ഷനായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ പണ്ട് മുതൽ നമ്മുടെ വീടുകളിൽ കാണുന്ന ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. മിൽക്ക് ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ഫ്രൂട്ടിൻ്റെത് കാണുന്നത്. അങ്ങനെ ഒരുപാട് തൈകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആയുർ ജാക്ക് എന്ന് പറയുന്ന ഇതിനാണ് 350 രൂപയാണ്. ഇതും ചെറിയ പ്രായത്തിൽ കായ്ക്കുന്ന പ്ലാവ് തന്നെയാണിതും. അങ്ങനെ ഒരുപാട് വെറൈറ്റി തൈകളും ചെടികളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, 150 രൂപയായിരുന്നു അതിൻ്റെ വില. ഇതിൻ്റെ തന്നെ 350 രൂപയുടെ അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചുകൂടെ വലുത്. അങ്ങനെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം അമ്മക്കുഞ്ഞിന് പിന്നെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് അവളവിടെ എല്ലാം ഓടിക്കളിക്കുമായിരുന്നു.
അതിനിടയ്ക്ക് അയാളുടെ കണ്ണിലേക്ക് ഒരു പാവ പിടിപെടുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. ആൾ ഓടി വന്ന് അതിൻ്റെ അകത്ത് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിയില്ല. കാരണം ഇതിൻ്റെ തന്നെ ഒരുപാട് ഐറ്റം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് വെട്ടുകൊത്തി, കുന്താലി, കോടാലി, പിച്ചാത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.